കുട്ടിക്കാലത്തെ പരിശീലനം ആവശ്യമുള്ള ശാസ്ത്രീയ കലാരൂപമാണ് കഥകളി. കഥകളിയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കാറില്ല. പശ്ചാത്തലത്തിലെ പാട്ടുകൾക്കനുസരിച്ച് അഭിനയിക്കുന്നതാണ് രീതി. അതുകൊണ്ട് തന്നെ കഥകളി സംഗീതത്തിലെ സാഹിത്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മറ്റു ഭാരതീയ നൃത്തരൂപങ്ങൾക്കെന്നതുപോലെ തന്നെ കഥകളിയുടെയും അടിസ്ഥാനം ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയതും ഈ കഥകളി കലാകാരന്മാരാണ്. വഴുതക്കാട് കോട്ടൺ ഹിൽ HS ഓഡിറ്റോറിയത്തിലെ വേദി 9 കല്ലടിയാറിൽ നടന്ന ഹൈസ്കൂൾ പെൺകുട്ടികളുടെ വിഭാഗം കഥകളി മത്സരത്തിന് ശേഷം മത്സരാർത്ഥികളും അധ്യാപകരും പരിശീലകരും മനസ്സ് തുറക്കുകയാണ്. എൻ്റെ പേര് കലാമണ്ഡലം കൃഷ്ണപ്രസാദ്. 86 ഞാൻ കലാമണ്ഡലത്തിൽ നിന്നും കഥകളി പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ആ വർഷം തന്നെ ചെട്ടികുളങ്ങര ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കഥകളി പരിശീലിപ്പിക്കാൻ തുടങ്ങി. 88 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ച് തുടങ്ങി. അതിനുശേഷം നിരവധി വിദ്യാർത്ഥികളെ വിവിധ ജില്ലകളിൽ നിന്നും വ്യക്തിഗത ഇനത്തിലും ഗ്രൂപ്പ് ഇനത്തിലും പങ്കെടുപ്പിച്ച് തുടർച്ചയായി 1ാം സ്ഥാനം അങ്ങനെ കരസ്ഥമാക്കി വന്നിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ 2002 രാഹുൽ വിക്രമൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മത്സരത്തിനിറങ്ങി. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സുപ്രസിദ്ധ കഥകളി നടൻ ഹരിപ്പാട് രാമകൃഷ്ണപിള്ള ആശാൻ്റെ കൊച്ചനന്തരവനായിരുന്നു. അപ്പോൾ അദ്ദേഹം കാലഘട്ടത്തിലെ അർജുനൻ കെട്ടി കളിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടന്നപ്പോൾ അന്ന് വിധികർത്താവായിരുന്ന ശ്രീ കലാമണ്ഡലം വിജയാശാൻ, RLV രാജൻ മാസ്റ്റർ, കലാമണ്ഡലം വാസുദേവൻ മാഷ് എന്നിവർ ഈ വിദ്യാർത്ഥിയെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് വിളിച്ച് നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചു. അതൊക്കെ ഒരു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ്. എൻ്റെ പേര് ദേവമാനസ. ഞാൻ നായർ സമാജം മാന്നാർ, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ +2 വിദ്യാർത്ഥിനിയാണ്. ഞാൻ കലാമണ്ഡലം കൃഷ്ണപ്രസാദ് സാറിൻ്റെ കീഴിലാണ് കഥകളി അഭ്യസിക്കുന്നത്. ഞാൻ തുടർച്ചയായി 3 വർഷമായി സ്റ്റേറ്റിൽ കഥകളി അവതരിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ ഞാൻ 2ാം ക്ലാസ് മുതൽ കഥകളി പഠിക്കുന്നതുമാണ്. ഞാനിവിടെ ചെയ്തത് കിർമീരാഗം ലളിതയാണ്. ഞാൻ കലാമണ്ഡലം അച്യുതവാര്, കഥകളി മണ്ഡലം ആർട്ടിസ്റ്റാണ്. ഞാനൊരു 30 വർഷത്തിന് മേളിലായിട്ട് കലാമണ്ഡലം കൃഷ്ണപ്രസാദിൻ്റെ കൂടെ ജില്ല തൊട്ട് സ്റ്റേറ്റ് വരെ മദ്ദളം കൊട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മദ്ദളം കൊട്ടാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ അവർ കഥകളിയെ സ്നേഹിക്കുന്നതാണ്. കഥകളിയെ നല്ല രീതിയിൽ അവരത് പെർഫോം ചെയ്യുന്നുമുണ്ട് അരങ്ങത്ത്. അതിനോടൊപ്പം ഞങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എൻ്റെ പേര് അനന്ത സുനിൽ. ഞാൻ ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നത്. SNDP HSS കാരമേലിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ നേരത്തെ ജില്ല വരെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ വരെ വരുന്നത്. ഞാൻ 5-6 വർഷമായി കഥകളി പഠിക്കുന്നു. 2.25 വയസ്സോടെ ഞാൻ ഡാൻസൊക്കെ പഠിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ പേര് ഭദ്ര. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ബിഷപ്പ് കോട്ടേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 4 വർഷമായിട്ട് കഥകളി അഭ്യസിക്കുന്നു. കലാമണ്ഡലം കൃഷ്ണപ്രസാദ് സാറിൻ്റെ കീഴിലാണ് അഭ്യസിക്കുന്നത്. 2ാമത്തെ തവണയാണ് ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ വരുന്നത്. എൻ്റെ പേര് ദക്ഷിണ ദാമോദരൻ. ഞാൻ വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇപ്പം ഞാൻ കലോത്സവത്തിന് വേണ്ടിയിട്ടാണ് കഥകളി പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പം 1 കൊല്ലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. കലാമണ്ഡലം അരവിന്ദ് സാറാണ് എൻ്റെ ഗുരു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാറാണെങ്കിലും ഇപ്പം ചുറ്റിയിരുന്ന ആൾക്കാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് കഥകളിക്ക് ഞാൻ കയറുന്നത്. ഇനിമേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം. എന്താണ് പറയാനുള്ളത്? ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഈ വർഷം കഥകളിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തു. കേടില്ലാന്ന് തോന്നുന്നു.
സന്തോഷമാണ്. ഇനി തുടരണമെന്ന് ആഗ്രഹിക്കുന്നു കഥകളി. പിന്നെ 12 വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ കലോത്സവങ്ങളൊക്കെ ഗ്രൂപ്പ് ഐറ്റംസിലാണ് ഇതുവരെ പങ്കെടുക്കാറുള്ളത്. കഥകളി ആദ്യമായിട്ടാണ്. നമുക്ക് കഴിഞ്ഞ കൊല്ലം ഒരു അവസരം കിട്ടിയിരുന്നു ഇത് കളിക്കാൻ. അപ്പം അന്ന് പറ്റിയില്ല. അപ്പം ഇന്നൊരു അവസരം കിട്ടിയപ്പം അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവർ നന്നായി കളിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്തി നന്നായിട്ട്. തിരുവാതിരയും കൂടി ഉണ്ട്. തിരുവാതിരയും കൂടെ ഉണ്ട്. ഇനി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി. ചെയ്യാം, അടുത്ത വരുന്ന വർഷങ്ങളിലായിട്ട് ചെയ്യാനാണ്.